ഇതുപോലെ ഒട്ടും കട്ടിയില്ലാത്തതും അതേപോലെ തന്നെ അങ്ങനെ പ്രത്യേക ഷേപ്പൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു പുരികത്തെ എങ്ങനെയാണ് ഇതേപോലെ നല്ല നാച്ചുറൽ ലുക്കിൽ അടിപൊളിയാക്കി എടുക്കണമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണെഴുതും അതേപോലെ തന്നെ പുരികെഴുതുന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കണ്ണെഴുതാനും പുരികെഴുതാനൊക്കെ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണെന്ന് കാണിച്ചു പോയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മിസ് ക്ലെയറിന്റെ ഐബ്രോ കേക്ക് ദ അൾട്ടിമേറ്റ് ഐബ്രോ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ കാണിക്കാന്ന് വിചാരിച്ചു. കാരണം 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്താൽ എങ്ങനെയുണ്ട്, ഇതിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാമോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മെയിൻ വീഡിയോ കാണിച്ച സമയത്ത് അതിൽ ചെറിയൊരു പാർട്ടായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്, എങ്ങനെയുണ്ട് പുരിക എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഇതേപോലെയാണ് എൻ്റെ പുരിക ഉള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ മോശമായിരുന്ന അവസ്ഥ. കാരണം ഞാൻ തീരെ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ അതിന് ശേഷം ത്രെഡ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഇവിടെ കുഞ്ഞിതായിട്ട് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭാഗ്യമായി. കാരണം നമുക്ക് ഈ ഒരു പാലറ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് മുളച്ചിരിക്കുന്ന പുരികവും അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാലറ്റിൽ നമുക്ക് പുരികം നിങ്ങൾക്ക് വളർന്നിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പെട്ടെന്ന് എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് പുരികം വളർന്നിട്ടുണ്ട്, അപ്പോൾ അത് പറിക്കണമെന്നാണെങ്കിൽ ഒരു ട്യൂസർ വരുന്നുണ്ട്. നമുക്കിങ്ങനെ പ്ലക്കർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പ്ലക്കർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, ചേച്ചി സയൻസാണ് +2 ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു പ്ലക്കർ പോലത്തെ സാധനമുണ്ട്. കൂറേനെയും പാറ്റേനൊക്കെ കീറാനുള്ള സംഭവമാണല്ലോ. അതിനെന്ത് ഈ സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ചേച്ചി അടുത്ത് 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതെപ്പോഴും അതായിരുന്നു എൻ്റെ പണ്ട് കാലത്തെ പുരികം പ്ലക്കർ എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം മാറിയിട്ടത് ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാലറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് മിക്കവാറും അതിലുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പാലറ്റിൻ്റെ ഒപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ഇതിൽ ട്യൂസർ എന്ന് എന്താണ് പറയണത്, അതേപോലെ തന്നെ നമുക്ക് പുരിക എഴുതാനുള്ളതൊക്കെ വരുന്നുണ്ട്. അതും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈസി ആട്ടോ, നമുക്ക് സിമ്പിളാണ്. ഇതേപോലെ പറിച്ചിട്ട് എളുപ്പത്തിൽ പറിക്കാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഇതേപോലെ കണ്ണിന്ന് വെള്ളം ചാടട്ടോ. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആകെ ഒറ്റ തവണയായിട്ടാണ് ഒരു തവണയായിട്ട് ഞാൻ പുരികം എടുത്തിട്ടുള്ളൂ, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടോ. ആ ഒരൊറ്റ സമയത്താണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുരികം ത്രെഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-9 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പുരികം ത്രെഡ് ചെയ്യാറുണ്ട്, പ്ലക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് വടിക്കലൊക്കെ ഇന്ന് പണ്ടത്തെ പരിപാടികളിലൊന്ന്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കാര്യം മാറിപ്പോയി തോന്നുന്നു, ഞാൻ മറന്നു പോയിട്ടോ. അപ്പം അത് വെച്ചിട്ട് ഇതേപോലെ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ നന്നായിട്ട് വെള്ളം ചാടും കേട്ടോ. അത് ഞാൻ പറഞ്ഞത് അന്ന് എടുത്തിട്ടുള്ളൂ എന്ന്. കാരണം ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബ്രഷ് ആൻഡ് സ്പൂല് വരുന്നുണ്ട്. നമുക്ക് എഴുതാനായിട്ട് പുരികം വരയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ ചീവി ഒതുക്കിയിട്ട് പുരികത്തിന് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ പുരികം ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷമുള്ള നല്ല ഡിഫറൻസ് ഇല്ലേ. അപ്പം ആ ഒരു സംഭവം നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ബ്രോ പൗഡർ നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് ഇതേപോലത്തെ ബ്ലാക്ക് കളറിൽ വരുന്നതും, അതേപോലത്തെ ഒന്ന് ഈ ഒരു ബ്രൗൺ കളർ കേട്ടോ. ഈ ഒരു ബ്രൗൺ കളർ അത്രയ്ക്ക് കുഴപ്പമില്ല, ഇങ്ങനെ കാണുന്ന സമയത്തുള്ള പോലെയല്ല. പുരികത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് കറക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മിലാനോൻ്റെ കുറച്ചും കൂടെ നമുക്ക് അറിയാമായിരുന്നു, പക്ഷേ അതേപോലെ ഇത് അറിയുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഒരു പൗഡർ ഫോമിലും കൂടെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഹൈലൈറ്ററാണ്. ഈ ഒരു ഹൈലൈറ്ററും കൂടെ വരുന്നുണ്ട്. അത് നമ്മളെ എന്താ ഇനി പറയുക, നമ്മുടെ പുരികത്തിൻ്റെയൊക്കെ ചില കണ്ടിട്ടില്ലേ, ആ ഒരു കർവ് വരുന്നില്ല, ഒരു ഒടിവ് വരുന്നത്, അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് എഴുതുന്ന സംഭവമാണ്. പോയിക്കൂടെ, പോയിക്കോളൂ. ദൈവമേ, എൻ്റെ ഫോണ്, അയ്യോ തട്ടല്ലേ മോനെ കുഞ്ഞാ. ദതിപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് പോയത് എൻ്റെ മകനും അതേപോലെ തന്നെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഞാൻ അവരെ താഴെ നിർത്തിയിട്ട് പോകുന്നതാണ്. വന്ന് ഞാൻ ഇതാണ് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ വന്നിട്ട് ക്യാമറ തട്ടിയിടല്, സ്റ്റാൻഡ് പിടിച്ച് തട്ടിയിടലൊക്കെയാണ് അവൻ്റെ പരിപാടി. അതുകൊണ്ട് ഞാൻ താഴെ മിണ്ടാണ്ട് വന്നിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ടിയപ്പോൾ കയറി വന്നതാണ് കേട്ടോ. ഞാൻ വീണ്ടും താഴേക്ക് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു ബ്രഷാണ് വരുന്നത്. ഇത് എഴുതിയിട്ടാണ് കേട്ടോ. ആ ഒരു വാക്സും കൂടെ വന്നിട്ടാണ് ആ ബ്രഷ് കുറച്ച് ഇങ്ങനെ ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യമൊക്കെയാണ് നല്ല ഈസിയാണ് കേട്ടോ. അവിടെ എനിക്ക് ഒന്നും കൂടെ പ്രിഫർ ആയിട്ടുള്ളത് വേറെ നമുക്ക് ഐബ്രോസ് എഴുതാൻ വേണ്ടിയിട്ട് ബ്രഷ് വരുന്നുണ്ട്, കുറച്ചും കൂടെ തിന്നായിട്ടുള്ളത്. അത് അടിപൊളിയാണ്. അത് വെച്ച് എഴുതുമ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ബ്രൗൺ ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. തീരെ പുരികയില്ലാത്തടത്ത് മാത്രം ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് വെച്ചൊന്ന് ടച്ച് ചെയ്യാറുണ്ട്. ഇതിപ്പം ഞാൻ ആദ്യം വാക്സ് ചെയ്തപ്പോഴേ ആ ഒരു കളർ തരാൻ കാരണം ഓൾറെഡി ഞാൻ ആ ബ്രഷ് യൂസ് ചെയ്തതുകൊണ്ട് അതിൽ ആ ഒരു ഉപയോഗിച്ചതിൻ്റെ ആ ഒരു നമ്മളാ പൗഡർ ഉണ്ടല്ലോ, ബ്രോ എഴുതുന്ന ആ ഒരു കളർ അതിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വാക്സ് എഴുതുമ്പോൾ വേറെ കളറും കാര്യങ്ങളൊന്നും വരില്ല. അതിനുശേഷം ആദ്യം വാക്സ് എഴുതാം, നമ്മൾ ഡയറക്റ്റ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പുരികത്തുനിന്ന് റിമൂവ് ആയി പോകട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ പാലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെന്തായാലും മിക്കവാറും ഒരു വാക്സ് ഉണ്ടാകും. നമുക്ക് അതിലേക്ക് ആ ഒട്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ
എഴുതി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. അതേപോലെ തന്നെ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഈസിയാണ് എഴുതാനും കാര്യങ്ങളൊക്കെ. ഭയങ്കര എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കാണുന്നത്, ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ചധികം കാലമായി, ഒരു 5-6 മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 545 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ്, നല്ല ഭംഗിയായിട്ടോ. എഴുതി കഴിഞ്ഞാൽ പുരികം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാറുണ്ട്. പണ്ട് മുതലേ എൻ്റെ പുരികം തീരെ രസമില്ലെങ്കിലും എനിക്ക് നല്ല അഭിപ്രായം, മറ്റുള്ളവർ നല്ല കോംപ്ലിമെൻറ്റ് പറഞ്ഞിട്ടുള്ള സംഭവമാണ് എൻ്റെ പുരികം. നല്ല ഭംഗിയുണ്ട് കേട്ടോ പുരികം എഴുതിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏതാ സംഭവം ഉപയോഗിക്കാറെന്നൊക്കെ എന്നോട് പണ്ട് പഠിക്കണ കാലത്ത് എൻ്റെ കുട്ടികൾ ചോദിക്കുമായിരുന്നു. അന്നും ഞാൻ ഈ ഒരു പൗഡറൊന്നുമല്ല, നമ്മുടെ സാധാ ഐബ്രോ പെൻസിലില്ലേ അത് വെച്ചിട്ടാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റാറുണ്ട്. തീരെ ഭംഗിയില്ലാത്തൊരു പുരികം എൻ്റെത് മായ്ച്ചു കഴിഞ്ഞാൽ. പക്ഷേ എഴുതി കഴിയുമ്പം എനിക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ പുരികം ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. എഴുതി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവാറുണ്ട്. പക്ഷെ മാഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക പോക്കായിട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലൊരു ലുക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റി ഒക്കെ തോന്നില്ലേ? എനിക്കെപ്പോഴും അങ്ങനെ, എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയും മോശമായിട്ടുള്ള പുരികം ഇത്ര നന്നാക്കി എഴുതാനായിട്ടാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കും തീരെ പുരികല്ലെങ്കിൽ പറ്റൂട്ടോ. അപ്പോൾ മിക്കവാറും ചിലർക്കൊക്കെ ഇതുപോലെ പുരികല്ലാത്തവരുണ്ട് എന്നെ പോലെ, പക്ഷെ ചിലർക്ക് നല്ല ഭംഗിയുള്ള പുരിക. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പം അങ്ങനത്തെയൊക്കെ ഫീൽ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ബ്രഷാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എൻ്റെ ഈ ഒരു പുരികത്തിനൊക്കെ നല്ല കട്ടിങ് വരുന്നുണ്ട് കണ്ടോ മേലെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ മായ്ച്ചു കൊടുക്കുമ്പോൾ നല്ല നീട്ടിയൊക്കെ ഇങ്ങനെ ഒന്ന് സൈഡ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു നീട്ടം, പുരത്ത് നല്ല നീട്ടം കിട്ടാനായിട്ടും ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും മേടിക്കണം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ് ബ്രോക്കറ്റ് ഉണ്ട്, അതും നല്ല തന്നെയാണ്. ഞാൻ ഇതിന് മുൻപ് യൂസ് ചെയ്തിട്ടുള്ള പാലറ്റാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് നല്ല ഭംഗി എഴുതാൻ വേണ്ടി കിട്ടും. പക്ഷേ പണ്ട് ഞാൻ മേടിച്ച സമയത്ത് അതിന് 200 സംതിങ് ആയിട്ട് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിന് 400 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ അത് മേടിക്കൽ. പക്ഷേ ഇതിന് 500 സംതിങ് ഉണ്ട്. ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാണ്ട് എടുത്തെടുത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐ ലുക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെങ്ങനെ എഴുതുക കാണണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നത് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. നമ്മൾ പൗഡർ ഫോമിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നും. ഇപ്പം മിലാനോൻ്റെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്നൊന്നും പോവുകയില്ല. നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അപ്പം തന്നെ എഴുതി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, തുടച്ച് ഞാൻ സംഭവം പോവില്ല, വൈകുന്നേരം വരെ അതേപോലെ നിൽക്കും. അടിപൊളിയാണ് ആ ഒരു മിലാനോൻ്റെ. പക്ഷെ മിലാനോൻ്റെനെക്കാട്ടും എഴുതുമ്പോഴൊരു ഫൈനൽ ലുക്ക്, ഒരു കുറച്ചും കൂടെ ലുക്ക് അത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് നാച്ചുറലാണ് താല്പര്യമെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ നമുക്ക് ഈ ഒരു പൗഡർ ഫോമിൽ വരുന്ന പൗഡർ ഇതേപോലത്തെ ഇങ്ങനെ എടുത്തിട്ട് വരില്ലേ, നമ്മൾ ഇങ്ങനത്തെ പാലറ്റ് പോലെ വരുന്നത് കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. എനിക്ക് മറ്റേത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ഇതാണെങ്കിലും എൻ്റെ പുരത്തിൽ ഇപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് എഴുതിയ സമയത്ത് തോന്നിയിട്ടുണ്ടാവും എഴുതിയ പോലെ ഇല്ലേന്ന്. എഴുതിയ പോലെ എന്തായാലും ഓഫ് കോഴ്സ് എനിക്ക് തിരികെ പുരിക ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയായിട്ടൊന്ന് നല്ലോണം പുരികണ്ട്. അപ്പോൾ ജസ്റ്റ് ഷേപ്പൊക്കെ ആക്കാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതല്ലാണ്ട് തന്നെ പറ്റും കേട്ടോ. അപ്പം എൻ്റെ തീരെ ഇല്ലാത്ത പുരികത്തിനും ഞാൻ എപ്പോഴും എത്താൻ എഴുതാറ്. അപ്പോഴും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല, കാരണം നല്ല ഭംഗിയുള്ള പോലെ തോന്നിയിട്ടുണ്ട് എഴുതുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ തുടച്ചിട്ട്, ഇത് നമ്മൾ വാക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം വാക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ നമ്മൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ പോലും നമ്മൾ കുറച്ച് പെട്ടെന്ന് മായില്ല എന്നേ ഉള്ളൂ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ട് പോകും. എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കും. പക്ഷെ അഥവാറ്റ് നിട്ട് ഇങ്ങനെ ഒരതി കഴിഞ്ഞാൽ സംഭവം പോകും. എന്താ പറയുക, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ മിലാനോൻ്റെ വാട്ടർ പ്രൂഫ് ഒക്കെയാണ്. വാട്ടർ പ്രൂഫ് വെച്ചാൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, തൊട്ടാലൊന്നും പോവില്ല. അതാണ് സംഭവം. നമ്മൾ ഇട്ട് നല്ലോണം ഒരതി പോക്കിയാലൊക്കെ സംഭവം പോകുന്നുള്ളൂ. എനിക്ക് രാത്രി വരെ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. കിടക്കണ വരെ, വൈകുന്നേരം മേല് കഴുകണ വരെ 8 മണി 9 മണി ആ ടൈമിൽ വരെ ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ട്യൂസർ എന്നല്ല പറയാം, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതുവരെ ഞാൻ ഈ സംഭവം എടുത്തിട്ടില്ല. അപ്പം കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് തോന്നണം, ഇങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഇത് ഇഷ്ടമെങ്കിൽ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സംഭവം തന്നെയാണ്. ഇതന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമാണ്. ഈ സംഭവം അതേപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ് ബ്രോക്കറ്റ് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ചേച്ചി മേടിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാലറ്റാണ്, നല്ലതാണ്. നമുക്ക് മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ് പുരികെഴുതാനായിട്ട്.
എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ള പ്രൊഡക്റ്റുകളൊന്നും തന്നെയാണ് ഇതും. അതേപോലെ തന്നെ സാധാ ഒക്കെ ഐബ്രോസിലും പലതും ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ സാധാ പണ്ടൊക്കെ കിട്ടുന്ന കറുപ്പ് ഒരു പെൻ ഉണ്ടാവില്ലേ, ഐബ്രോ കുട്ടികൾക്ക് വരച്ചെടുക്കുന്നത്, അത് മുതൽ എല്ലാം മിക്കവാറും ട്രൈ ചെയ്യാറുണ്ട്. അതേപോലെ ഇപ്പോഴും എപ്പോഴും സ്ഥിരമായിട്ടൊന്നല്ല, മാറി മാറി യൂസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാനത് മറ്റേതും കൂടെ എടുക്കാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് ഇതും എഴുതാൻ വേണ്ടി പറ്റും. എന്താ പറയുക, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും രണ്ടിൻ്റെതായ മെച്ചങ്ങളുണ്ട്, നല്ല തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ലിങ്ക് ഏതാ നോക്കിയിട്ട് സെലക്ട് ചെയ്യൂ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ യൂസ് ചെയ്യാറുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഐയും അതേപോലെ തന്നെ ഐബ്രോസും ആയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.